വന്നിരിക്കുന്നത്. ഏത് മാളാണെന്നൊന്നും അറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് വരുമായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു മോളാണ്. ശരിക്കും നമ്മുടെ ലണ്ടൻ അല്ല, നീ ലണ്ടനിലായതുകൊണ്ട് എനിക്കിതൊക്കെ അത്ഭുതമാണ്. ബിക്കോസ് ഞാൻ കേരളയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സെൻട്രൽ ലണ്ടനിലോട്ട് പോയാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഇതുണ്ട്. കൂടുതലും റെസ്റ്റോറൻ്റ് ആണെന്നോണല്ലേ. പക്ഷെ ഇവിടുത്തെ ഈ ഡെക്കറേഷനൊക്കെ കൊള്ളാം. മരത്തിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് നല്ല. അവിടെ ഐസ്ക്രീംസ് അങ്ങനെ ഉണ്ടാക്കുന്നത് കടകൾ. കൊള്ളാം, നല്ല നല്ല രസമുണ്ട്. ഒരു പ്രത്യേക രസം. ഇവർ പറയുന്നത് ഇവര് UK ഇതുപോലത്തെ മോൾസ് ഉണ്ടെന്നാണ്. ഐ തിങ്ക് യെസ്. നമ്മൾ പുറത്തെവിടെയോ യൂറോപ്പിലൊക്കെ പോയ ഒരു ഫീലുള്ളൊരു മാളാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇവർക്കൊരു പുതുമയില്ല, ബിക്കോസ് ഇവർ അവിടെ ഉള്ള മാൾ ഇതാണ്. നമ്മളിപ്പോ മാളിന്റെ പുറത്തേക്ക് ഇറങ്ങിയാ. ആ, ഇത് മാളിന്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഞാൻ വെച്ച് നമ്മൾ പുറത്തിറങ്ങിയതാണ്. ബട്ട് നോ. ഓക്കേ, നാട്ടിലെ വില ഇരിക്കുമായിരിക്കും. പക്ഷെ നാട്ടിലെ നമ്മളിവിടെ തമ്മിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വില കൂടുതല. ഞങ്ങൾ ജസ്റ്റ് ഡ്രസ്സ് നോക്കാൻ വന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിലെ ട്രെൻഡ്സ് ആൻഡ് ബ്രാൻഡഡ്, അതിൻ്റെ ഏതോ ബ്രാൻഡഡ് ആണ്. 399 തായ് ബാത്ത് ആയിരിക്കും അല്ലേ. 490 തായ് ബാത്ത് ആയിരിക്കും സ്പെഷ്യൽ പ്രൈസ്. ഓ, ദേ ഇവിടെ ഉണ്ട് കേട്ടോ. അമ്മേ, ദേ ഇങ്ങനത്തെ വാങ്ങിക്കട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദേ ഇങ്ങനത്തെ വാങ്ങാം ഓരോന്ന്. നിങ്ങൾ മാത്രം ഇവിടെ ഇത്രയും ഡ്രസ്സ് ഇട്ട് നടക്കണ ആൾക്കാര്. എത്ര നോക്കിയ വില? അപ്പം നല്ല വില ഉള്ളിരിക്കുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാം എന്താ അങ്ങനത്തെ നമ്മൾ കേരളത്തിൽ ഡ്രസ്സ് ഇടുന്ന പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണം. അയ്യോ, ഞാൻ ഡ്രസ്സ് ഇട്ടത് കൂടിപ്പോയല്ലോ എന്നുള്ള ഒരു ഇതായി പോകും നമ്മൾ. ഇവിടെ എല്ലാവരും അങ്ങനെ നടക്കുന്നുണ്ട്. അതിന് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു ഡ്രസ്സിങ് രീതി എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കരുത് അല്ലേ അച്ഛൻ? നോക്കി അങ്ങനെ ഇല്ല. തമ്പുരുവിന് ഏതിടാനുള്ള സാങ്ഷൻ കൊടുത്താക്കി തായ്ലൻഡിലും എന്തായിരുന്നു കേരളത്തിന്റെ പടി ചവിട്ടിയാ പിന്നെ അടക്കം ഒതുക്കം. ഇതാണ് എടുക്കണേ. പെർഫെക്റ്റ്. എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെടുത്തോ? അപ്പൊ ഇവിടെ നിന്നൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അവിടെ ഭയങ്കര എന്തൊക്കെയോ ഉണ്ട്, മാല, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളുടെ അവിടുത്തെ ഷോപ്പിംഗ് മോളൊക്കെ കുറച്ച് കൂടെ ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും അതുപോലെ. എനിക്കിത് ആക്ച്വലി നമ്മളിപ്പോൾ മാളിൻ്റെ ഉള്ളിലാണോ പുറത്താണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഉള്ളിൽ തന്നെയാണല്ലേ. യെസ്. ഇവിടെ കിഡ്സിൻ്റെ സെക്ഷനാണ്. കിഡ്സിനുള്ള കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ്, നല്ല രസമുണ്ടല്ലോ, ചിറക് വെച്ച ഡ്രസ്സ്. അപ്പം നമ്മൾ വേറെ എവിടെ എത്തി? ഇതെന്താ? ഷൂസ്. ഓ, ഇതെന്തത് തിളങ്ങി നിൽക്കുക. ഓ, ഇത് കൊള്ളാട്ടോ. നോക്കിയേ, പോയിന്റഡ് ഹീൽസ് 999. ആ, സെറ്റ് കൊള്ളാം. ഇതും 999. സെയിൽ എന്തോ മന്തിൻ്റെ സെയിൽ അങ്ങനെ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു. മന്തിൻ്റെ ആ വഴിയിലല്ലോ, മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തോ സ്പെഷ്യൽ റേറ്റ് ഇട്ട് വെക്കുന്നതാണോ? 399 ക്രോക്സ് പോലെ എന്തൊക്കെയോ. അയ്യോ, ഇവരോടെ പോയി ഇങ്ങനെയാണോ പോയാ? കൊള്ളാട്ടോ.
ഇതവിടെ ഫ്രൂട്ട്സിൻ്റെ ഷോപ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതിൽ നമ്മളൊരു സ്ട്രീറ്റ് വൈബിലും അടുത്തത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്രസ്സസ് ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സുണ്ട്, വലിയവരുടെ ഉണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടും. നമുക്കൊരു സ്ട്രീറ്റിൽ വന്ന വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. വാങ്ങി സൂക്ഷിക്കാൻ പറ്റിയ ഒരു പൂച്ച കിടന്നുറങ്ങുന്ന പോലെ ഉണ്ട്. ഒറിജിനൽ പൂച്ച. നല്ല രസമുണ്ടല്ലേ. ഇവിടെ പൂച്ചകൾ ഭയങ്കരമായിട്ട് കാണും എല്ലാവിടെ. പൂച്ചക്കുട്ടികൾ ടീഷർട്ടിൽ വരെ പൂച്ചയുണ്ട്. ഇതിവിടെ ഫാൻസി സോപ്സ് ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. മാങ്ങ ഭയങ്കര ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. കോക്കനട്ടിൻ്റെ സ്മെല്ലുണ്ട്. നോക്കട്ടെ. ഗ്രേപ്പിൻ്റെ നല്ല സ്റ്റഫ് ഉണ്ട്. ഇതിനകത്ത് ചകിരി ഉണ്ട് കുളിക്കാനായിട്ട്. എല്ലാത്തിലും വിത്ത് ചകിരിയാണ്. പിന്നെ ഇതാ ഇവിടെ എന്തൊക്കെയോ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ദേ നാളെ വാലന്റൈൻസ് ഡേ ആണ്. രണ്ടുപേരും നിൽക്ക്. ലവ് ചിഹ്നം. നാളെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് രണ്ടെണ്ണം അതേ ഫോട്ടോ എടുക്കാൻ നടക്കുവാണ്. റൊമാൻസ് പറഞ്ഞതോ. അടുത്ത സെക്ഷനിലേക്ക്. ഇത് ഏതിലേ ഇപ്പം കറങ്ങി വരുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ എവിടേക്കോ എത്തുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങുമാവോ. ഇതെവിടെ ഒരു മീനിൻ്റെ വല്ല ഡ്രസ്സ്. ഇതെവിടെ മുകളിലേക്ക്. സൂപ്പർ. ഉണ്ട്. എന്ത് ചെയ്യാണോ പക്ഷെ മുഖം അടക്കം ഉണ്ട്. ഇത് താറാവാണ് തോന്നുന്നു. താറാവിൻ്റെ ആരോ എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ തോന്നിയില്ല. പക്ഷെ എല്ലാം അടച്ചു. അല്ല, ഇന്നെന്തോ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ലൈക്ക് ഇന്നെന്തോ ഇവർക്ക് എന്തോ സ്പെഷ്യൽ ഡേ ആണ്, അതുകൊണ്ട് ഇവർ അടക്കുകയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം സ്ട്രീറ്റ് ഫുഡിലേക്ക്. ആക്ച്വലി എൻ്റെ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് എല്ലാ വീഡിയോസും എടുത്തത്. പക്ഷേ മൈക്ക് എന്തോ ഒരു കാരണത്താൽ ഡിസ്കണക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊടുത്ത വോയിസ് ഒന്നും തന്നെ വന്നിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം നമ്മുടെ ലൈവായിട്ടുള്ള റിയാക്ഷനും നമ്മൾ ഇത്തരത്തിൽ വോയിസ് ഓവർ ചെയ്യുമ്പോഴുള്ള റിയാക്ഷനും നമ്മളുടെ ഇതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് ജെല്ലി ഫിഷ്, പിന്നെ ക്രോക്കഡൈൽ, ഫ്രോഗ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ കുറച്ച് വിയേർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മൊത്തല ആണ് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിക്കൻ്റെ എന്താ പറയുക, ഹേർട്ടില്ലേ, അതും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഗ്രില്ല് ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മളുടെ നാട്ടിൽ ഗ്രില്ലിംഗ് ഒന്നുമല്ല, ചുമ്മാ കുറച്ച് നേരം തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് തന്നിട്ടുള്ള ഗ്രില്ലിംഗ് ആണ്. അപ്പോൾ അധികം അങ്ങനെ മുരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങൾ വിചാരിച്ചു, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തായ്ലൻഡിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് മുതല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ക്രോക്കഡൈലിനെ തന്നെ ട്രൈ ചെയ്യണമെന്ന്. പക്ഷേ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനും ചേട്ടനും എൻ്റെ അമ്മയും മാത്രമേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിക്കുന്ന നേരത്ത് കുറച്ച് ഒരു ഓക്വേർഡ്നെസ് ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മളുടെ
ബീഫിൻ്റെ ടേസ്റ്റാണ്. ബീഫ് കുറച്ചും കൂടെ ഭയങ്കര ഒരു മൂത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കടിച്ച് ആവുന്ന ഒരു പരിവില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ കഴിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യില്ല, എനിക്ക് ഇനി കഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വൺസ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കടിച്ചൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്കും പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു സംഭവം, കൊള്ളാം. പിന്നെ അവിടെ അങ്ങനെ മസാല കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഫ്ലേവർഫുള്ളൊന്നുമല്ല, ജസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വേണമെങ്കിൽ ഒരെണ്ണം കൂടി കഴിക്കാമെന്നുള്ള സെറ്റപ്പിലായിരുന്നു. ആളത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ സംഭവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒട്ടും തന്നെ മുരിവില്ലാത്തതുകൊണ്ട്. നമ്മളിങ്ങനെ എല്ലാം ഭയങ്കര മുരിയിച്ച് കഴിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് അതങ്ങനെ ഒട്ടും മുരിവില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് മുട്ട ചുട്ടതായിരുന്നു. എനിക്കൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്നുണ്ടായിരുന്നു, പിന്നെ എന്നെ ചേച്ചി പറഞ്ഞ് പേടിപ്പിച്ചു, ചിലപ്പോൾ ജീവനുള്ള കുഞ്ഞിനെയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ ചുടുന്നതെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. ഞാൻ ആക്ച്വലി ഏതോ ഒരു വീഡിയോയിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെ വാങ്ങിച്ചു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇതെല്ലാം നമ്മൾ ആക്ച്വലി ഫുള്ള് കഴിച്ചൊന്നുമില്ല, ജസ്റ്റ് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് നമ്മൾ കളഞ്ഞു കേട്ടോ. എന്നാലും പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്നുള്ള സെറ്റപ്പിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഒരു മീറ്റ് ബോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ക്രാബിൻ്റെ മീറ്റായിരുന്നു, ഇതല്ലാതെ ഒക്ടോപ്പസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ടേസ്റ്റും വികാരങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ പോലത്തെ മൈദാമാവോ അങ്ങനെ എന്തോ ഒരു മാവ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത്, വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോയപ്പോഴേക്കും അവിടെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് എന്തോ സ്നേക്ക് ഫ്രൂട്ട് എന്തോ ആണ് ഇതിനെ പറഞ്ഞത്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഈ ഷോപ്പിലൊക്കെ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഇംഗ്ലീഷൊന്നും അറിയില്ല, അപ്പോൾ അവരുടെ ലാംഗ്വേജിലാണ് ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഓരോ വേർഡൊക്കെ പറഞ്ഞാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് പേർക്കൊക്കെ നമുക്ക് ഗൈഡായിട്ടൊക്കെ വരുന്നവർക്ക് ചിലർക്കൊക്കെ നല്ലോണം ഇംഗ്ലീഷ് അറിയാം, ചിലർക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഈ ഫ്രൂട്ട്സ് കടയിൽ ഈ നിൽക്കുന്ന പുള്ളി ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ മലയാളത്തിൽ പറയുന്നതെല്ലാം പുള്ളിക്ക് മനസ്സിലാവുന്നുള്ള രീതിയിലാണ് പുള്ളി ഞങ്ങളോട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയൊക്കെ പുള്ളിനോട് മലയാളത്തിൽ സംസാരിക്കും, പുള്ളി അതിന് തിരിച്ച് അവിടുത്തെ ഭാഷയിൽ തന്നെ സംസാരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേഷന് യാതൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. പുള്ളി ആക്ച്വലി ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ വേഗം ഈ ഇതൊക്കെ എടുത്ത് ഞങ്ങൾക്ക് പൊളിച്ചൊക്കെ തന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇതിനൊരു ഭയങ്കര പുള്ളിയാണ്, ഞങ്ങളുടെ എക്സ്പ്രഷൻ കണ്ട് പുള്ളി നിന്ന് ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര രസമാണ് ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ. ചിലവരങ്ങനെ മൈൻഡൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സ് അത് കണ്ടു, ഭയങ്കര വലിയ മുന്തിരി, ആ ഒരു കൊല തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിറ്റ് ഉണ്ട്. പിന്നെ ഇവർ തന്നെ ഫ്രൂട്ട്സ് എടുത്തിട്ട് ഇവർ തന്നെ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ കട്ട് ചെയ്ത് നമുക്ക് തരും കഴിക്കാൻ. ഫ്രൂട്ട്സ് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ്. നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും, ഇനിയിപ്പോൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴാണെങ്കിൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ തോന്നും. അവിടെ ഒരു 80 ബാത്തിന് ഇത്ര ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതും ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ നമ്മൾ ഇവിടെ അധികം വാങ്ങാത്ത ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വില കുറവാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, പക്ഷേ നമ്മൾ കുറച്ചുകൂടി വാങ്ങിച്ച് കഴിക്കും. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് അങ്ങനെയൊക്കെ നമ്മളുടെ ഇതിന് തരുമ്പോഴും അതിൽ കട്ട് ഫ്രൂട്ട്സ് അധികമായിട്ടുണ്ടാവും. അവിടെ ചൂടായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾക്കും അത് ഭയങ്കര ഒരു റിഫ്രഷിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസും അവിടെ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മളും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഞങ്ങൾ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ അമ്മ വീട് ഇന്ത്യ ആണെന്ന്. പക്ഷേ ഇന്ത്യ ആയിരുന്നില്ല, ഞങ്ങൾ അവസാനം ഗൂഗിളൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം അത് ഇന്തോനേഷ്യ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ആക്ച്വലി പൈസ കൊടുക്കാതെ ആണ് എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് കഴിച്ചത്. അവൻ തന്നെ പുള്ളി ഞങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ ചെയ്ത് തന്ന്, എന്നിട്ട് പുള്ളി അവസാനമാണ് പൈസ വാങ്ങിച്ചതൊക്കെ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഈ ഒരു ദിവസം നമ്മളിങ്ങനെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചാണ് വയറിറച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു മാംഗോൻ്റെ ഒരു എന്താ പറയുക അതിനെ പാൻകേക്കോ അങ്ങനത്തെ ഒരു സംഭവം, പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവർ അങ്ങ് മിക്സ് ആവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബനാന വെച്ചിട്ടും അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ചേച്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. മാംഗോവും അതിലൊരു ലെയറൊക്കെ കൊടുത്തിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അടുത്ത ഒരു ഐറ്റമാണ് തവള ഫ്രോഗ്. 150 ബാത്താണ് ഈ ഒരു ഫ്രോഗ്. 2 ഫ്രോഗ് കണ്ടെന്ന് തോന്നുന്നു. അതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്രോഗിനെ കഴിക്കണമെന്ന്. പക്ഷേ ആ ഫ്രോഗിനെ എടുത്ത് നോക്കിയപ്പോഴത്തേനും അതിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല.
അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇത്രയും ഫുഡൊക്കെയാണ് നോക്കി നടന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും പിന്നെ ഒരു ഏരിയ ഫുൾ പബ്ബും ഡാൻസും ലേഡീസൊക്കെ ഇങ്ങനെ ബാറിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വിയേർഡ് തിങ് ആയിട്ട് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങളും പബ്ബിലൊക്കെ കയറി അടിച്ചു പൊളിച്ചിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇൻ തായ്ലൻഡ്. ഇനിയും കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. സോ ബൈ.